മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഭരണ തുടർച്ച ഉണ്ടാവുകയാണ്. മഹാരാഷ്ട്രയിൽ വ്യക്തമായ ആധിപത്യത്തോടുകൂടി NDAയുടെ മഹായുതി സഖ്യം അധികാരം നിലനിർത്തുകയാണ്. അതായത് 288 അംഗ നിയമസഭയിൽ 215 എന്ന വ്യക്തമായ ഭൂരിപക്ഷം NDA സഖ്യത്തിന് ഏതായാലും ഉണ്ട്. 65 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ ഇന്ത്യ സഖ്യം മഹാവികാസ് അഘാടി സഖ്യം ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നത്. അതായത് ശക്തമായ ഒരു മുന്നേറ്റം എല്ലാ മേഖലകളിലും, സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും NDA നടത്തിയിരിക്കുന്നു, മഹായുതി സഖ്യം നടത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുംബൈയിലെ നഗരമണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു നേരിയ ആധിപത്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. പ്രത്യേകിച്ച് ശിവസേനകൾ തമ്മിൽ നേരിട്ട് പോരാട്ടം നടന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അത് അവിടെ ഒരു നേരിയ ആധിപത്യം ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. പക്ഷേ മറ്റു മേഖലകളിലേക്ക് വരുമ്പോൾ മുംബൈ സബർബോ, ഒപ്പം തന്നെ കൊങ്കൺ മേഖല, വിദർഭ അടക്കം എല്ലാ മേഖലകളും നോക്കുകയാണെങ്കിൽ NDAയുടെ വ്യക്തമായ ആധിപത്യം അവിടെ പ്രകടമാണ്. പാർട്ടി തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 128 സീറ്റുകളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നു. ശിവസേന, അതായത് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 47 സീറ്റ്, അജിത് പവാറിന്റെ NCP 36 സീറ്റ് എന്നിങ്ങനെയാണ് മറ്റു കക്ഷികൾ, NDAയിലെ മറ്റു കക്ഷികളുടെ നില. സ്വാഭാവികമായും കേവല ഭൂരിപക്ഷത്തിന് ഒറ്റയ്ക്ക് വേണ്ടത് 145 സീറ്റുകളാണ്. 128 സീറ്റ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP അവകാശവാദം ഉന്നയിക്കുന്ന നിലയിലേക്ക് കൂടി ഈ കാര്യങ്ങൾ, കണക്കുകൾ എത്തിച്ചേരുകയാണ്. ഇന്ത്യ സഖ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ നിലവിൽ ലീഡ് ചെയ്യുന്നത്, വിജയിച്ചിരിക്കുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗം തന്നെയാണ്. 27 സീറ്റുകളിലാണ് അവർ ലീഡ് ചെയ്യുക അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് 19 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ശരത് പവാർ വിഭാഗം 15 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ 4 എന്നിങ്ങനെയാണ് കണക്കുകൾ. പക്ഷേ ജാർഖണ്ഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഭരണ തുടർച്ചയാണ്. അവിടെ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുന്നു, നിലനിർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 81 അംഗ നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇപ്പോൾ JMM നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിനുണ്ട്. 51 സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നത്. NDAയുടെ ഭൂരിപക്ഷം 30 സീറ്റുകളിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ JMM കഴിഞ്ഞ തവണത്തെ സമാനമായി 30 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 14 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സഖ്യത്തിന്റെ ഭാഗമായ RJDക്ക് 5 സീറ്റുകളിൽ ലീഡുണ്ട്. CPIMLന് 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. NDA സഖ്യത്തിന്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ BJP 27 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. AJSU 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ഏതായാലും കഴിഞ്ഞ തവണത്തേത് പോലെ തന്നെ ഗോത്ര വിഭാഗത്തിന്റെ വോട്ടുകളിലേക്ക് അല്ലെങ്കിൽ ആ മേഖലകളിലേക്ക് നഷ്ടപ്പെട്ട വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ BJPക്ക് സാധിച്ചിട്ടില്ല. ആ ഗോത്ര മേഖലയിലടക്കം വ്യക്തമായ ആധിപത്യം ഏതായാലും JMM ഇന്ത്യ സഖ്യം തുടരുന്നു എന്ന കാഴ്ചയാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.